തമിഴ്നാട്ടിലെ വെല്ലൂർ ജില്ലയിലെ വെല്ലൂർ കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പഴക്കം ചെന്ന ശിവക്ഷേത്രങ്ങളിലൊന്നാണ് മഹാജലകണ്ഠേശ്വര ക്ഷേത്രം. ഏകദേശം 1500 വർഷം പഴക്കമുള്ള മഹത്തായ വിജയനഗരം വാസ്തുവിദ്യയുടെ പ്രതിനിധാനമാണ് ഈ ഗംഭീരമായ ക്ഷേത്രം. കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്ന ക്ഷേത്രത്തിൽ ഗർഭഗൃഹം, അർദ്ധമണ്ഡപം, 2 പ്രാകാരങ്ങളും ഗോപുരങ്ങളുമുള്ള 2 പ്രാകാരങ്ങളുള്ള ഒരു മഹാമണ്ഡപം എന്നിവ ഉൾപ്പെടുന്നു. നടരാജൻ, ഗണേശൻ, ശ്രീനിവാസൻ, സുബ്രഹ്മണ്യൻ, അമ്മൻ എന്നിവർക്ക് സമർപ്പിക്കപ്പെട്ട ഉപക്ഷേത്രങ്ങളുണ്ട്. ഈ ആരാധനാലയങ്ങൾ കൂടാതെ ക്ഷേത്രത്തിൽ മടപ്പള്ളി, യാഗശാല, ഒരു ചെറിയ സ്റ്റെപ്പ് ടാങ്ക് എന്നിവയുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രാധാന്യം അതിന്റെ കല്യാണ മണ്ഡപത്തിലാണ്. വിജയനഗര കാലഘട്ടത്തിലെ വാസ്തുവിദ്യാ വൈദഗ്ധ്യത്തിന്റെ സാക്ഷ്യമായി ഇത് നിലകൊള്ളുന്നു. ജലകണ്ഠേശ്വരന്റെ പത്നിയായ ശ്രീ അഖിലാണ്ടേശ്വരി അമ്മയാരുടെ വിഗ്രഹവും ക്ഷേത്രത്തിലുണ്ട്. 3 ഭഗവാൻമാരുടെയും പത്നിമാരിൽ നിന്നും നമുക്ക് അനുഗ്രഹം ലഭിക്കും എന്നതാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകത. മഹാലക്ഷ്മി ദേവിയുമായി മഹാവിഷ്ണു, സരസ്വതി ദേവിയോടൊപ്പം ബ്രഹ്മാവ്, ശിവൻ, പാർവതി ദേവി എന്നിവരോടൊപ്പം ഭക്തരെ അനുഗ്രഹിക്കുന്നു. ഈ ക്ഷേത്രം ജലകണ്ഠേശ്വര ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ സമീപ ഗ്രാമത്തിൽ കണ്ടെത്തിയ ലിഖിതത്തിൽ ദേവന്റെ പേര് ജ്വരഹരേശ്വര എന്നാണ് പരാമർശിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ വിജയനഗര രാജവംശത്തിലെ സദാശിവരായരുടെ കീഴിലായിരുന്ന ചിന്ന ബൊമ്മി നായകയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഈ ക്ഷേത്രത്തിലെ ലിംഗം സപ്തഋഷികളിലൊരാളായ അതിരി പ്രതിഷ്ഠിച്ചതാണ്. ഈ ശിവലിംഗത്തിന് താഴെ വെള്ളമുണ്ടെന്ന് പറയപ്പെടുന്നു. അതിനാൽ ഇവിടെ വിരാജിക്കുന്ന ശിവന് ജലകണ്ഠേശ്വരർ എന്ന പേര് ലഭിച്ചു. ഐതിഹ്യമനുസരിച്ച് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു സ്വയംഭൂ ശിവലിംഗത്തിന് മുകളിൽ വളർന്ന ഒരു ഭീമാകാരമായ ഉറുമ്പ് കുന്നുണ്ടായിരുന്നു. മഴവെള്ളം കെട്ടിനിന്നതിന്റെ ഫലമായി ഈ ഉറുമ്പ് കുന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളത്താൽ ചുറ്റപ്പെട്ടു. ഈ പ്രദേശം ഭരിച്ചിരുന്ന ബൊമ്മി റെഡ്ഡി രാജാവിന്റെ സ്വപ്നത്തിൽ ശിവൻ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തോട് ഒരു ക്ഷേത്രം പണിയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. രാജാവ് ടാങ്കിലെത്തി ഉറുമ്പ് കുന്ന് പൊളിച്ച് ശിവലിംഗം പുറത്തെടുത്തു. 1550 BC-യിൽ വെള്ളത്തിൽ തന്നെ ഭഗവാനെ പ്രതിഷ്ഠിച്ചു. ക്ഷേത്രനിർമ്മാണത്തിനായി പള്ളികൊണ്ടരായമലയിൽ നിന്ന് ആനകളാണ് കല്ലുകൾ കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു പ്രത്യേക ക്ഷേത്രം പണിയുകയും അമ്പാളിന് ശ്രീ അഖിലാണ്ടേശ്വരി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. അവൻ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള വെളുത്ത പുറംതൊലിയുള്ള അക്കേഷ്യ തോട്ടങ്ങൾ നശിപ്പിച്ച് നഗരം പണിതു. അതിനാൽ അദ്ദേഹം നഗരത്തിന് വെള്ള ഊർ എന്ന് പേരിട്ടു. എന്നുവച്ചാൽ തമിഴിൽ വേൽ മരം, വെളുത്ത പുറംതൊലിയുള്ള അക്കേഷ്യ മരങ്ങൾ, ഊർ എന്നാൽ തമിഴിൽ നഗരം എന്നാണ്. കാലക്രമേണ ഇത് വെല്ലൂർ എന്നറിയപ്പെട്ടു. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതികൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിലും വ്യത്യസ്ത ഭരണകാലത്തും നിർമ്മിച്ചതാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശപ്രകാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ ക്ഷേത്രം ഇപ്പോൾ അത്ഭുതകരമായി കൈകാര്യം ചെയ്യുന്നത്. വെല്ലൂർ കോട്ട പുരാവസ്തു വകുപ്പിന്റെ നിയന്ത്രണത്തിലായപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ പ്രതിമകളൊന്നും ഉണ്ടായിരുന്നില്ല. 1981 മാർച്ച് 16-ന് സത്തുവാചാരിയിലെ ശിവലിംഗം എടുത്തുകൊണ്ടുപോയി പുനഃപ്രതിഷ്ഠ നടത്തി. അന്നുമുതൽ ക്ഷേത്രത്തിൽ നിത്യപൂജ നടന്നുവരുന്നു. വെല്ലൂർ ജില്ലയുടെ ഹൃദയഭാഗത്ത് 136 ഏക്കറിൽ പരന്നുകിടക്കുന്ന കോട്ടയിലാണ് ജലകണ്ഠേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ മതിലുകൾ, ഗോപുരങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ എന്നിവ വിജയനഗര ചക്രവർത്തിയായിരുന്ന സദാശിവ ദേവ മഹാരാജാവാണ് നിർമ്മിച്ചത്. വിജയനഗര വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ജലകണ്ഠേശ്വര ക്ഷേത്രം. ത്രിമൂർത്തികളായ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നിവരുടെയും മഹാനായ 3 ദേവികളായ പാർവതി, ലക്ഷ്മി ദേവി, സരസ്വതി ദേവി എന്നിവരുടെയും വാസസ്ഥലമാണ് ഈ ക്ഷേത്രം. വിജയനഗര വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ജലകണ്ഠേശ്വര ക്ഷേത്രം. കാർത്തികയിലാണ് ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും മുന്നിൽ ശിവൻ ജ്യോതിസ്വരൂപനായി അവതരിച്ചത്. ഈ ദിവസം 3 ദൈവങ്ങളും ഒരുമിച്ച് ദർശിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ 3 പേരെയും ഒരേ പല്ലക്കിൽ എഴുന്നള്ളിക്കുന്നത്. അന്നു വൈകുന്നേരം രാജഗോപുരത്തിൽ വിളക്ക് തെളിച്ച് മൂവർക്കും പ്രത്യേക അഭിഷേകം നടത്തുന്നു. ഈ ഒരു ദിവസം മാത്രമേ 3 മൂർത്തികളെയും ഒരുമിച്ച് കാണാൻ കഴിയൂ. കാർത്തിക മാസത്തിലെ അവസാന തിങ്കളാഴ്ചയാണ് ശിവന് 1008 ശംഖ് അഭിഷേകം നടത്തുന്നത്. കൂടാതെ വെങ്കിടേശപ്പെരുമാൾ ശിവക്ഷേത്രത്തിന് പിന്നിലെ തിരുപ്പതി സജ്ജീകരണത്താൽ കാണപ്പെടുന്നു. ക്ഷേത്രത്തിലെ ഗംഗാകിണർ പ്രകൃതിദത്തമായ ഒരു നീരുറവയാണ്. അത് പുണ്യതീർത്ഥമായി കണക്കാക്കുന്നു. ദേവന്മാരുടെ വിഗ്രഹങ്ങളെ കുളിപ്പിക്കുന്ന വെള്ളം ഗംഗാഗൗരി തീർത്ഥ കിണറിൽ നിന്നാണ് എടുക്കുന്നത്. ശിവന്റെ പുറകിൽ ഭൈരവന്റെ പ്രതിഷ്ഠയുണ്ട്. കാശിയിലെ ശിവഭഗവാനും ഗംഗാതീർത്ഥവും ഭൈരവനും എന്നിവയ്ക്ക് സമാനമായി ഇവിടെയും സന്ദർശിക്കാം. ഇവിടെ പ്രാർത്ഥിച്ചാൽ കാശിയിലെ വിശ്വനാഥനെ പൂജിച്ചതിന്റെ ഗുണം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മുസ്ലിം ആക്രമണത്തിലും വെല്ലൂർ കോട്ട പിടിച്ചെടുക്കുമ്പോഴും ക്ഷേത്രം വികൃതമാക്കപ്പെട്ടു. മുസ്ലിം അധിനിവേശത്തിലും ഭരണത്തിലും ക്ഷേത്രം അശുദ്ധമായതിനെ തുടർന്ന് ക്ഷേത്രത്തിലെ ആരാധന നിർത്തിവച്ചു. ഒരു ഇസ്ലാമിക സംഘടന ആ സ്ഥലത്ത് നിലനിന്നിരുന്ന ഒരു അമ്മൻ ക്ഷേത്രം നശിപ്പിച്ചതിനുശേഷം ഒരു താൽക്കാലിക പള്ളിയായി പ്രവർത്തിക്കാൻ നിർമ്മിച്ചു. 400 വർഷത്തോളമായി ഈ ക്ഷേത്രം ആയുധപ്പുരയായി ഉപയോഗിച്ചിരുന്നു. അവഹേളിക്കപ്പെടുമെന്ന ഭയത്താൽ പ്രധാന പ്രതിഷ്ഠയെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനായി സത്തുവാച്ചേരിയിലെ ജലകണ്ഠ വിനായകർ ക്ഷേത്രത്തിലേക്ക് മാറ്റി. 400 വർഷത്തോളമായി ഈ ക്ഷേത്രം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. 1921-ൽ വെല്ലൂർ കോട്ട അറ്റകുറ്റപ്പണികൾക്കായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് കൈമാറി. അക്കാലത്ത് ക്ഷേത്രം പൂജയ്ക്ക് ഉപയോഗിച്ചിരുന്നില്ല.
ഈ സ്ഥിതി നിലനിർത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1981-ൽ തങ്ങൾ ആശ്രമത്തിലെ മയിലായി സുന്ദരം ഗുരുജി ദേവനെ കോട്ടയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠയെ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുകയും ആരാധന പുനഃസ്ഥാപിക്കുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിൽ ജലകണ്ഠേശ്വര ക്ഷേത്രത്തിനുള്ളിൽ പ്രധാന പ്രതിഷ്ഠയെ പുനഃപ്രതിഷ്ഠിക്കുന്നതിന് നിരവധി ശ്രമങ്ങൾ നടന്നിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിലെ സ്ഥിതി നിലനിർത്താൻ ആഗ്രഹിച്ചു. കൂടാതെ ക്ഷേത്രം ആരാധനയ്ക്കായി ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും 1981 മാർച്ച് 16-ന് സത്തുവാച്ചേരിയിലെ ജലകണ്ഠ വിനായകർ ക്ഷേത്രത്തിൽ നിന്ന് പ്രതിഷ്ഠയെ നീക്കം ചെയ്ത് കോട്ടയ്ക്കുള്ളിൽ രഹസ്യമായി കൊണ്ടുവന്നു. അടച്ച ട്രക്കിനുള്ളിൽ ഒളിപ്പിച്ചു അതിരാവിലെ രഹസ്യമായി പ്രതിഷ്ഠിച്ചു. 1982 മുതൽ ഈ ക്ഷേത്രം മതപരമായ ആചാരങ്ങൾക്കായി തുറന്നിരുന്നു. വെല്ലൂർ ഫോർട്ട് ആൻഡ് ടെമ്പിൾ ത്രൂ ദ ഏജസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് A.K. ശേഷാദ്രി പറയുന്നതനുസരിച്ച് ഭക്തരുടെ നിർബന്ധിത നടപടി തടയാൻ എസ്ഐയുടെ ജീവനക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സംഭവങ്ങൾ കാണുകയും സംഭവത്തെക്കുറിച്ച് പോലീസിലും പരാതിപ്പെടുകയും ചെയ്യുന്നു. ജില്ലാ കളക്ടർ ഇത് സെൻസിറ്റീവ് മതപരമായ വിഷയമാണെന്നും അതിനാൽ ഏത് പ്രതിരോധ നടപടിയും ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നയിക്കുമെന്നും പറഞ്ഞ ജില്ലാ അധികാരികൾ ഒരു നടപടിയും എടുത്തില്ല. തൽഫലമായി പുനഃപ്രതിഷ്ഠയ്ക്കു ശേഷമുള്ള ആദ്യത്തെ കുംഭാഭിഷേകം 1982-ലും പിന്നീട് 1997-ലും 2011-ലും നടന്നു. 2011-ലെ മൂന്നാം കുംഭാഭിഷേകത്തിനായി 30 ദശലക്ഷം രൂപ ചെലവിൽ ഒരു പ്രത്യേക സ്വർണം പൂശിയ രഥം ഉണ്ടാക്കി. ഏകദേശം 7 കിലോ സ്വർണം ഉപയോഗിച്ചു. 2006-ൽ ജലകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠയുടെ 25-ാം വാർഷികം വെല്ലൂരിലെ ലോങ് ബസാർ, സൈതാബേട്ട്, ഖഗിത പട്ടറൈ, മെയിൻ ബസാർ എന്നിവയിലൂടെ കടന്നുപോകുന്ന വലിയ ഘോഷയാത്രയിൽ പ്രതിഷ്ഠ നടത്തി. വിജയനഗരം വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ജലകണ്ഠേശ്വര ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ഗോപുരത്തിൽ അതിമനോഹരമായ കൊത്തുപണികൾ, സമൃദ്ധമായി കൊത്തിയെടുത്ത കൽത്തൂണുകൾ, വലിയ തടി കവാടങ്ങൾ, അതിശയിപ്പിക്കുന്ന ഏകശിലാ ശില്പങ്ങളുമുണ്ട്. ഈ വിജയനഗര ശില്പങ്ങൾ സൗന്ദരരാജപെരുമാൾ ക്ഷേത്രം, താടിക്കൊമ്പ്, കൃഷ്ണപുരം വെങ്കിടാചലപതി ക്ഷേത്രം, ശ്രീവില്ലിപുത്തൂർ ദിവ്യദേശം, അളഗർ കോയിൽ എന്നിവിടങ്ങളിൽ നിലവിലുള്ളതിന് സമാനമാണ്. ഗോപുരത്തിന് 100 അടിയിലധികം ഉയരമുണ്ട്. ക്ഷേത്രത്തിന് ഒരു മണ്ഡപവുമുണ്ട്. ഹാളിന് താങ്ങു നൽകിയിരിക്കുന്നത് വ്യാളികൾ, കുതിരകൾ, യാലികൾ എന്നിവയുടെ കൊത്തിയെടുത്ത കൽത്തൂണുകളാണ്. ക്ഷേത്രം തന്നെ ഒരു വാട്ടർ ടാങ്കിന്റെ നടുവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തമിഴിൽ അകഴി എന്ന് വിളിക്കപ്പെടുന്നു. കൂടാതെ ക്ഷേത്രത്തിന് ചുറ്റും ഒരു മാല പോലെ വെള്ളമുണ്ട്. ജലസംഭരണിയുടെ ചുറ്റളവ് 8000 അടിയാണ്. ക്ഷേത്രത്തിനുള്ളിലെ കല്യാണ മണ്ഡപത്തിൽ കാളയുടെയും ആനയുടെയും 2 മുഖങ്ങളുള്ള ശില്പമുണ്ട്. ദേവനെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അഭിഷേക ജലം ക്ഷേത്രത്തിനുള്ളിലെ ഗംഗാ ഗൗരി തീർത്ഥം എന്ന പുരാതന കിണറ്റിൽ നിന്നാണ് എടുക്കുന്നത്. നന്ദി പ്രതിമയ്ക്ക് പിന്നിൽ ഒരു മൺവിളക്ക് ഉണ്ട്. ചിലർ അതിൽ കൈവെക്കുമ്പോൾ അത് കറങ്ങുന്നു. അവരുടെ ആഗ്രഹം സാധിച്ചു എന്നതിന്റെ സൂചനയായാണ് റിവോൾവിംഗ് പറയുന്നത്. ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ പല്ലികളുടെ കൊത്തുപണികളുണ്ട്. സർപ്പദോഷം കണ്ടെത്തിയവർ, ദാമ്പത്യ പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതികൾ, ഗർഭിണിയാകാൻ ബുദ്ധിമുട്ട് എന്നിവയുള്ളവർ ദേവന് വെള്ളി സ്വർണം പല്ലിയെ ദാനം ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ ജീവിതത്തിൽ തടസ്സങ്ങൾ നീങ്ങുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. വെല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണറോട് 2013 ജൂൺ 18-ലെ സർക്കാർ ഉത്തരവിനെ തുടർന്ന് 2013 ജൂൺ 22 ശനിയാഴ്ച വെല്ലൂർ കോട്ടയിലെ ജലകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ ഭരണം തമിഴ്നാട് സർക്കാരിന്റെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് വകുപ്പ് ഏറ്റെടുത്തു. ക്ഷേത്രത്തിന് മുകളിൽ ക്ഷേത്രത്തിലെ ഫിറ്റ് പേഴ്സൺ ആയി ചുമതലയേൽക്കുക. മുമ്പ് ശ്രീ ജലകണ്ഠേശ്വരർ ധർമ്മസ്ഥാപനം എന്ന സ്വകാര്യ ട്രസ്റ്റായിരുന്നു ക്ഷേത്രം കൈകാര്യം ചെയ്തിരുന്നത്. ഏറ്റെടുക്കലിനെതിരെ സ്വകാര്യ ട്രസ്റ്റ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. എന്നിരുന്നാലും ഏകദേശം 10 വർഷത്തോളം നീണ്ട നിയമ നടപടികൾ തമിഴ്നാട് സർക്കാരിന് അനുകൂലമായി കോടതി വിധിയിൽ കലാശിച്ചു. ക്ഷേത്രനിർമ്മാണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ളതും പരിപാലിക്കപ്പെടുന്നതുമാണ്. ഭരണം മാത്രം സർക്കാർ ഏറ്റെടുത്തു. രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 8 വരെയും ക്ഷേത്രം തുറന്നിരിക്കും. വെല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് 3 കിലോമീറ്ററും കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 8 കിലോമീറ്ററും അകലെയാണ് ക്ഷേത്രം. വെല്ലൂരിൽ നിന്ന് 130 കിലോമീറ്റർ അകലെയുള്ള ചെന്നൈ എയർപോർട്ടാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം.